കിങ് ഇന്നെ പുറത്താക്കിയോടെ കാരണം അതാ പറഞ്ഞേ, അങ്ങനെ പറഞ്ഞേ. ഇത് അതാണ് എന്റെ വാതിൽ ഉറക്കാഞ്ഞത്. എടാ ഏത് രീതിയിലുള്ള വേട്ടാവളിയാണാടാ അത്. അപ്പം ബിഗ് ബോസ് സീസൺ 6ന്റെ റിവ്യൂ ആണ്. ഇന്ന് 4ാമത്തെ ദിവസം കണ്ടായെന്ന് തോന്നുന്നു. അപ്പം 4ാമത്തെ എപ്പിസോഡിലാണ് ഇന്ന് നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ ആണ്. അപ്പൊ അതിനകത്ത് ഇന്ന് ഭയങ്കരമായ കോമഡി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നത്. നിങ്ങൾക്ക് രതീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളി ഭയങ്കരമായിട്ട് 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഒക്കെ പരീക്ഷിക്കാൻ നോക്കുന്നു, നടക്കുന്നില്ല. പിന്നെ പഴയ ഇത്രയും സീസണുകളിൽ വെച്ചിട്ട് സീസൺ 1, 2, 3, 4, 5 ഇപ്പൊ ഇത്രയും സീസൺ കഴിഞ്ഞ്, അപ്പൊ ഇത്രയും സീസണുകളിലെ ഓരോ ആൾക്കാരും കളിച്ചതിന്റെ പല പരിപാടികളും നോക്കുന്നുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നോക്കുന്നുണ്ട്, പ്രൊവോക്കിംഗ് ഗെയിം നോക്കുന്നുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ടും അങ്ങോട്ട് നടക്കുന്നില്ല. ഇന്ന് പക്ഷെ അളിയും പുതിയൊരു പരിപാടി ചെയ്യാനായിട്ട് നോക്കി. ബിഗ് ബോസിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ പറഞ്ഞ് എന്നെ തുറന്നു വിടൂ എന്നൊക്കെ പറഞ്ഞ് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങാൻ നോക്കിയിട്ടും ആരും മൈൻഡ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഇതിനൊക്കെ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്ന് നടന്നതിന്റെ ഒരു വിഷയമാണ്. എന്തായാലും നമുക്ക് രാജേട്ടന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പൗഡർ കുട്ടപ്പൻ നടത്തിയ പൊറോട്ട നാടകമാണ്. പൗഡർ കുട്ടപ്പൻ ഇവിടെ എന്ത് ചെയ്തു, അത് നമുക്ക് സംസാരിക്കേണ്ടത്. പൗഡർ കുട്ടപ്പന്റെ മേൽ ആരോപിക്കുന്നത് വലിയൊരു എന്താ പറയുക, വലിയൊരു കുറ്റമാണ്. കുറ്റം എന്ന് പറയാൻ വലിയൊരു ആരോപണമാണ്. അതായത് ഇവിടെ സുരേഷിന് കയറി ഈ പറയുന്ന നമ്മുടെ പൗഡർ കുട്ടപ്പൻ കയറി കെട്ടിപ്പിടിക്കുന്നു. അത് സുരേഷിന് ഇഷ്ടമാവുന്നില്ല. സുരേഷ് 2 വട്ടം പറഞ്ഞാൽ എനിക്ക് കെട്ടിപ്പിടി ഇഷ്ടമല്ല. സുരേഷ് പറഞ്ഞു വയ്ക്കുന്നത് അവൻ കെട്ടിപ്പിടിക്കുക മാത്രമല്ല ചെയ്ത് അവൻ മുഖം കൊണ്ടെന്തോ ഇവിടെ എന്തോ ഓരസി, അതെനിക്ക് വേറൊരു രീതിയിലാട്ടാൻ എനിക്ക് തോന്നിയത് എന്നും ഈ പറയുന്ന സുരേഷിനെ ബിഗ് ബോസ് വിളിച്ചിട്ട് ഇവരുടെ ഡ്യൂട്ടികളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തു എന്ന് ആരാഞ്ഞപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന നമ്മുടെ സുരേഷ് ബിഗ് ബോസിനോട് ചോദിക്കുന്നത് ഹരാസ്മെന്റ്, ഈ പറയുന്ന പെണ്ണും ആണും തമ്മിൽ ഹരാസ് ചെയ്താലോ മാത്രമാണോ പ്രശ്നം, അതോ ആണിനെ ഫിസിക്കൽ ഹരാസ്മെന്റ് ചെയ്തു കഴിഞ്ഞാലോ അത് പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരമായിട്ട് അതിനോടനുബന്ധിച്ചാണ് സുരേഷ് ഇത് പറയുന്നത്. എന്നെ ഇങ്ങനെ, അതായത് ഇവൻ ലൈംഗികതയോടുകൂടി എന്നെ ടച്ച് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്, സുരേഷ് പറയുന്നത്. ഓക്കെ, അപ്പൊ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണും. അപ്പം അതൊരു സത്യം പറഞ്ഞ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ അത്യാവശ്യം നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആണ് കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യുന്നതിനകത്തൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് ഫീൽ. അത് കണക്ക് തന്നെ ആണും തമ്മിൽ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വേറെ ഒരു അർത്ഥമായിട്ടൊന്നും നമുക്ക് കാണാനായിട്ടൊന്നും പറ്റത്തില്ല. പക്ഷെ അത് അങ്ങേരെ ഒരു പേഴ്സണലി അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കാം. അങ്ങേരെ അത് പറഞ്ഞത് അങ്ങേരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിക്കോട്ടെ. പക്ഷെ ഇതേ ഒരു കാര്യം അളിയൻ മെനഞ്ഞാന്ന് ഇതേ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. രതീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാൻമണി എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് എനിക്ക് വീട്ടിൽ ഫാമിലി ഉള്ളതാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറെ താളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു കാര്യം ആരും ഏറ്റുപിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അതെന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ശരിക്കും അതിന്റെ ജാൻമണിയോടെ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. കാര്യം ജാൻമണി ക്യാമറയെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ബിഗ് ബോസിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു വിഷയം ആരും വലുതായിട്ട് അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തില്ല. എനിവേ, എന്തായാലും അതിനുശേഷം രതീഷ് പെട്ടിയൊക്കെ കിടക്കൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി പോവുകയാണെന്നും പറഞ്ഞിട്ട് വലിയ ആള് കളിക്കാനായിട്ട് പുറത്തൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഈ റോക്കി വന്നിരുന്ന് പറഞ്ഞ്, നിനക്ക് ഇറങ്ങി പോകണമെങ്കിൽ നീ കൺഫെഷൻ റൂമിൽ ചെന്ന് പോയി പറ, അല്ലെങ്കിൽ കൺഫെഷൻ റൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ ഇറക്കി വിടും എന്ന് പറഞ്ഞപ്പം കൺഫെഷൻ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്നെ കൺവിൻസ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ഇത്രയും സീസണൊക്കെ ഇയാൾ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. അവിടെ നിന്നും അങ്ങനെ ഒന്നും ചാടി ഇറങ്ങി പോകാനോ എടുക്കാനോ നടക്കുന്നതല്ല. കാര്യം ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ എന്തെല്ലാം പരിപാടി ചെയ്യാവോ അത് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ടോപ്പ് 5 വരാനുള്ള കണ്ടസ്റ്റന്റ്. കാര്യം ഈ ബാക്കിയുള്ള സീസണിലാണൊക്കെ ബാക്കിയുള്ളവർ ചുമ്മാതെ പോയിട്ട് അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. ഇത് ഇങ്ങനെ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവാണ്. അതെന്തായാലും വലിയൊരു കാര്യമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. അപ്പം എന്തായാലും പോയിട്ട് നടന്നില്ല. അളിയൻ വീണ്ടും 3G ആയിട്ട് അകത്തോട്ട് കയറിപ്പോയി. ഇനി ഇതിനെ പറ്റിയിട്ട് സായി ഇപ്പൊ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കിങ് ഇന്നെ പുറത്താക്കിയോടെ കാരണം അതാ പറഞ്ഞേ, അങ്ങനെ പറഞ്ഞേ. അതാണ് എന്റെ വാതിൽ ഉറക്കാഞ്ഞത്. എടാ ഏത് രീതിയിലുള്ള വേട്ടാവളിയാണാടാ അത്. അല്ലെങ്കിൽ അയാൾ പറയും ചെയ്യും, ബിഗ് ബോസ് ഒന്ന് എന്റെ കാല് പിടിച്ച് പറഞ്ഞു പോലെ. ഞാൻ ഒരു കേസ് പറഞ്ഞു. പക്ഷെ വേറെ കാര്യമില്ല കേട്ടാ, അയാൾ ഉള്ളത് കൊണ്ടാണ് സിജോ ജീവിച്ചു പോണത്. അയാൾ ഉള്ളതുകൊണ്ടാണ് മറ്റേ ജാസ്മിൻ ജീവിച്ചു പോണത്. ബിഗ് ബോസ് ഈ സീസൺ തന്നെ ജീവിച്ചു പോണത് അയാളുള്ളതുകൊണ്ടാണ്. കാരണം ഞാൻ ഈ 2-3 ദിവസം വിചാരിച്ചു അയാള് ചൊറിയുമ്പോഴും ഞാൻ എന്താ പറയാ അറിയോ, മറ്റേ ക്ലോസറ്റ് കഴിയുമ്പോ 2 ബാക്കി വരുമല്ലോ, അങ്ങനെയാണ്. പക്ഷെ അതിലും
അതിലും എസൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു രീതിയിലും ഇയാൾക്ക് എന്തില്ല, ഉളുപ്പും നാണവും മാനവും ഒന്നും അയാൾക്കില്ല. അയാൾ അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് അയാളൊക്കെ പെട്ടിയിൽ വെച്ച് പോന്നതാണ്. പിന്നെ ആകെ പറയുമ്പോ എങ്ങനെ പറയൂ, എന്ത് എന്റെ വീട്ടുകാർ, എന്റെ അഭിമാനം, പിന്നെ മറ്റേ കുറച്ച് പുണ്യം, പവിത്രം. എനിക്ക് തോന്നണേ എപ്പിസോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ രജിസ്റ്റാർ മുതലുള്ള അങ്ങനത്തെ കുറച്ച് കിങ്ങുകളായിട്ടുള്ള എല്ലാരെയും കൂടെ ഒരു മിക്സ് മൂപ്പര് കുറെ അടവുകൾ ഓൾറെഡി എടുത്തു വെച്ചു. വന്ന് 10 ദിവസത്തിനുള്ളിൽ ഇറങ്ങിപ്പോകൽ നാടകം അത് ചെയ്തു, ഉപദേശ നാടകം, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എല്ലാം കൂടെ എടുത്തു. അതായത് എൻറ്റയർ ബിഗ് ബോസ് സീസണിലെ എല്ലാ സോക്കോൾഡ് രാജാക്കന്മാരും കളിച്ച എല്ലാ കേരേട്ടൻ എല്ലാ പരിപാടിയും. ഓക്കെ, എല്ലാ സീസണിലുള്ള എല്ലാ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടാണ് രതീഷ് ഈ പരിപാടികൾ കാണിക്കാൻ നോക്കുന്നത്. പക്ഷെ രതീഷ് ഇത് ഇത്തിരി അത് മാറ്റി പിടിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ സീസൺ 6 ഇത്തിരി വ്യത്യസ്തമായിട്ട് കുറെ പവർ റൂമും കാര്യങ്ങളും കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ഒത്തിരി മാറ്റി പിടിച്ച് കളിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എല്ലാവർക്കും അറിയാം പഴയത് കണക്ക് വന്നിരുന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ ആൾക്കാരെടുത്ത് തല ചുമന്നുകൊണ്ട് നടക്കത്തൊന്നുമില്ല. പിന്നെ അതിനകത്ത് സായി പറയുന്നൊരു കാര്യം, ഈ പറഞ്ഞ രതീഷ് ഉണ്ടായത് കൊണ്ടാണ് ഈ ജാസ്മിനും പിന്നെ വേറെന്തോ സിജോയൊക്കെ ജീവിച്ചു പോണത് തന്നെ. പക്ഷെ എനിക്കത് അങ്ങനെയായിട്ട് തോന്നിയില്ല. അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഗെയിം അവർ രണ്ടുപേരും കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. അല്ലാതെ ഈ പറയുന്ന രതീഷ് എന്തെടുത്തു കഴിഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും രതീഷിന് ആ ഒരു രീതിയിൽ തന്നെ അവർ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാവരും രതീഷ് പറയുന്നതിനകത്ത് വലിയ വില കൽപ്പിക്കുന്നില്ല. ഇന്ന് ഈ പറയുന്ന റോക്കിയും പിന്നെ സുരേഷ് വേറെ ആരും ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഈ വീട്ടിലെ ബിഗ് ബോസ് വീട്ടിലെ ഒരു ജോക്കറായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ രതീഷിനെ കാണുന്നത്. കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി മൂക്കിലൊക്കെ വന്ന് തൊടാറുണ്ട്. അപ്പം ഞാൻ ശരിക്കും പുള്ളി അങ്ങനെയാണ്. കാര്യം പൈസ കൊടുത്ത് ബിഗ് ബോസ് നിർത്തിയിരിക്കുന്ന ഒരു ജോക്കർ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്തായി കഴിഞ്ഞാലും ഇങ്ങനെ ഈ കാണിക്കുന്ന മണ്ടത്തരങ്ങളിനകത്തോട്ടൊന്നും ഒരിക്കലും കൂടി ഈ പറയുന്ന റോക്കിയുടെ കേസ് തന്നെ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പട്ടി ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചില കാര്യങ്ങളൊക്കെ വെറും പട്ടി ഷോ എന്നാണ്, അല്ലാതെ മാരകമായിട്ടുള്ള വലിയ സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അൻസിബയൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അർജുന്റെ ഗെയിം എന്ന് എനിക്ക് തോന്നുന്നു ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. എനിക്കൊന്നില്ല റിനോഷിന് പഠിക്കുവാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളി എല്ലാത്തിനും ഇങ്ങനെ മാറിയിരുന്ന് ഇത്തിരി സൈലന്റ് ആയിട്ടും. കാര്യം ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. കാര്യം രതീഷ് സത്യം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് മണ്ടത്തരങ്ങളാണെങ്കിലും കോമാളിത്തരങ്ങളൊക്കെ ആണെങ്കിലും പക്ഷെ അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ, അതൊരു ചർച്ചയാകുന്നുണ്ട്, പുറത്തത് സംസാര വിഷയം ആകുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നത്തെ കാര്യം ഭയങ്കരമായിട്ട് ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നടന്ന കുറച്ച് സംഭവങ്ങളാണിത്. കാര്യം നിങ്ങൾ എത്രത്തോളം ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.